അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് സിമ്പിൾ ലെവലിങ്ങും ഡിഫറൻഷ്യൽ ലെവലിംഗ് നമ്മൾ ഡിഫറൻസ് നോക്കാം. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യുന്നതാണ് സിമ്പിൾ ലെവലിംഗ് ഡിഫറൻഷ്യൽ ലെവലിംഗ്. ചിലപ്പോഴും പ്രാക്ടിക്കലിലെ ക്വസ്റ്റ്യൻ തരുമ്പം അവർ പറയൂല ഏത് ലെവലിംഗ് ആണെന്ന്. തന്നിരിക്കുന്ന പോയിന്റുകൾ നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും ഇത് സിമ്പിളാണോ ഡിഫറൻഷ്യൽ ആണോ എന്നുള്ളത്. അപ്പോൾ സിമ്പിൾ ലെവലിങ്ങിൽ സിമ്പിളാണ്, അതിനൊരു ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനേ കാണത്തുള്ളൂ. ബാക്കിയെല്ലാം അതായത് ആ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് തന്നെ എല്ലാ പോയിൻറ്റ്സും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ ലെവലിംഗ് ആണ്. ചിലതിൽ അവർ എടുത്ത് പറയും ഇത് ഡിഫറൻഷ്യൽ ആണ്, ഇവിടെ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ സ്റ്റേഷൻ ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറയും. ഷിഫ്റ്റിംഗ് എന്നുള്ളൊരു വേർഡ് വന്നു കഴിഞ്ഞാൽ അത് ഡിഫറൻഷ്യൽ ലെവലിങ്ങിലേക്ക് പോകും. അപ്പോൾ സിമ്പിൾ ലെവലിങ്ങിൽ നമ്മളെപ്പോഴും ഇൻസ്ട്രുമെൻറ്റ് ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള പോയിൻറ്റ്സ് എല്ലാം ഫസ്റ്റത്തെ പോയിൻറ്റ് ബാക്ക് സൈറ്റാണ്. ഫസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ സെറ്റ് ചെയ്തിട്ട് ആദ്യം നോക്കുന്ന പോയിൻ്റാണ് ബാക്ക് സൈറ്റ്. പിന്നെ വരുന്ന പോയിൻ്റ് എല്ലാം ഇൻ്റർമീഡിയറ്റ് സൈറ്റാണ്. ആൻഡ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റ് തീർന്നതിന് ലാസ്റ്റായിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യുന്ന നോക്കുന്ന പോയിൻറ്റിന് നമ്മൾ 4 സൈറ്റ് എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഇൻ്റർമീഡിയറ്റ് സൈറ്റാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്, സിമ്പിളിൽ വരുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ഫസ്റ്റ് സെറ്റ് ചെയ്തിട്ട് നോക്കുന്നത് ബാക്ക് സൈറ്റും ആൻഡ് അത് എല്ലാ പോയിൻറ്റും നോക്കിയിട്ടും ലാസ്റ്റത്തെ പോയിൻറ്റ് നമ്മൾ 4 സൈറ്റ് എന്നും പറയും. ഇനി ഡിഫറൻഷ്യലിൻ്റെ കേസിലാണെങ്കിൽ ഷിഫ്റ്റിംഗ് കാണും. ഒരു പോയിൻ്റിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ബാക്ക് സൈറ്റാണ്, പിന്നെ നോക്കുന്നത് ഇൻ്റർമീഡിയറ്റ് സൈറ്റാണ്. പിന്നെ ഇപ്പം നമ്മൾ ഇവിടുന്ന് അടുത്ത പോയിന്റിൽ ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് നോക്കുന്ന പോയിന്റ് 4 സൈറ്റാണ്. നെക്സ്റ്റ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് അടുത്ത പോയിന്റിൽ കൊണ്ടുവെക്കുന്നു. എന്നിട്ട് ഈ ഒരു പോയിന്റിലോട്ടാണ് കണ്ടിന്യൂറ്റി വേണ്ടേ, ഈ ഒരു പോയിന്റിലോട്ടാണ് ആദ്യം നോക്കുക. സോ ഇത് ബാക്ക് സൈറ്റ് ആവും. അപ്പോൾ ഈ ഒരു സീരീസിൽ ഇത് 4 സൈറ്റാണ്. അതേ പോയിന്റിൽ തന്നെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ മാറ്റി നോക്കുന്നു, അത് ബാക്ക് സൈറ്റാണ്. വാല്യൂസ് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അതായത് എലിവേഷനും ഈ പറഞ്ഞ പോലെ ഡിപ്രഷനൊക്കെയാണ് ഇത് ഇരിക്കുന്നതെങ്കിൽ ഇവർ തമ്മിൽ ഇരിക്കുന്ന ആ ഒരു ലെവലിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ നോക്കുന്ന വാല്യൂസ് വ്യത്യാസം ഉണ്ടാവും. സെയിം ഗ്രൗണ്ട് ലെവലാണെങ്കിൽ ഏകദേശം സെയിം വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അത് കഴിഞ്ഞ് നോക്കുന്നതെല്ലാം ഇൻ്റർമീഡിയറ്റ് സൈറ്റും ലാസ്റ്റ് നമ്മൾ എടുക്കുന്ന പോയിന്റ് 4 സൈറ്റുമാണ്. ഇനി എഗെയിൻ ഒരു ഷിഫ്റ്റിംഗ് വരുവാണ്. എഗെയിൻ ഒരു രണ്ടാമത്തെ ചേഞ്ച് പോയിന്റ് കൊണ്ടുവന്നു. അവിടെയും നമ്മൾ ആദ്യം നോക്കുന്നത് ഇതിന് തൊട്ട് മുമ്പ് നോക്കിയ 4 സൈറ്റിലോട്ട് തന്നെ ആയിരിക്കും. ആൻഡ് അതാണ് നമ്മുടെ ഇവിടുത്തെ ബാക്ക് സൈറ്റ്. പിന്നെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് എടുക്കുന്നു. അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഇവിടെ ഇല്ലയെന്ന് വയ്ക്ക്, ആകെ ഒരു പോയിന്റ് ഉള്ളെങ്കിൽ അത് 4 സൈറ്റായിട്ട് തന്നെ എടുക്കും. ഇൻ്റർമീഡിയറ്റ് പോയിന്റ് ഇല്ല, ലാസ്റ്റ് പോയിന്റ് ആണിതെങ്കിൽ അത് 4 സൈറ്റായിട്ട് തന്നെ എടുക്കും. അതല്ല അതിൻ്റെ ഇടയിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് ഇൻ്റർമീഡിയറ്റ് സൈറ്റായിട്ട് എടുക്കും. ഇതാണ് ഡിഫറൻഷ്യൽ ലെവലിങ്ങും സിമ്പിൾ ലെവലിങ്ങും തമ്മിലുള്ള വ്യത്യാസം.